ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലെജൻഡറി സിമ്പിളിൻ്റെ അടുത്ത പ്രോപ്പർട്ടി ഗോസ് ലെമ്മ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു തിയറാണ്. തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. അസ്യൂം എൻ നോട്ട് കോൺഗ്രുവൻ ടു 0 മോഡ് പി, അതായത് പി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് കൺസിഡർ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂ മോഡ് പി ഓഫ് ദി ഫോളോയിങ് p minus 1 by 2 multiples of n, 2n etc. p minus 1 by 2n, അതായത് n 2n etc. p minus 1 by 2n എന്നുള്ള നമ്പേഴ്സിൽ അതിലെ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂ മോഡ് p കൺസിഡർ ചെയ്യാം. ഇഫ് m denotes the number of these residues which exceeds p by 2, then n by p equal to minus 1 raised to m. ഓക്കെ, m എന്നുള്ളത് p by 2നെ എക്സീഡ് ചെയ്യുന്ന, p by 2നേക്കാളും മുകളിൽ വരുന്ന റെസിഡ്യൂസിൻ്റെ എണ്ണം ആണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ n by p ഈക്വൽ ടു മൈനസ് 1 റൈസ് ടു m ആവും. ഓക്കെ, m ഈവൺ ആവുന്ന കേസിൽ n by p 1 ആകും. അപ്പോൾ n പിൻ്റെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആണെന്ന് പറയാം. അല്ലാത്ത കേസിൽ മൈനസ് 1 ആവുന്ന കേസിൽ, അതായത് m ഓഡ് ആവുന്ന കേസിൽ n പിൻ്റെ ക്വാഡ്രാറ്റിക് നോൺ റെസിഡ്യൂ ആണെന്നും പറയാം. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൂഫ് നോക്കുക. കൺസ്ട്രക്റ്റീവ് ആണ്. നമ്മൾ ആദ്യം തന്നെ n 2n എക്സെട്ര p മൈനസ് 1 by 2 n എന്നുള്ള ഈ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ p മൈനസ് 1 by 2 മൾട്ടിപ്പിൾസ്, എന്നിൻ്റെ p മൈനസ് 1 by 2 മൾട്ടിപ്പിൾസ് ഇൻകോൺഗ്രുവൻറ്റ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇൻകോൺഗ്രുവൻറ്റ് എലമെൻറ്റ്സ് ആണ്. ഇൻകോൺഗ്രുവൻറ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ p മൈനസ് 1 by 2 എലമെൻറ്റ്സ് എന്ന് രണ്ട് നമ്പേഴ്സ് എടുത്താൽ ആ രണ്ട് നമ്പേഴ്സും എയും ബിയും ഈ കളക്ഷനിലുള്ള രണ്ട് നമ്പേഴ്സാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി ആകൂല എന്നാണ് പറയുന്നത്, ഇൻകോൺഗ്രുവൻ്റ് ആണ്. അതിൻ്റെ പ്രൂഫാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൂഫാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇഫ് പോസിബിൾ ദർ എക്സിസ്റ്റ് കെ കോമ എൽ ബിലോങ്സ് ടു 1 2 എക്സെട്ര പി മൈനസ് 1 by 2 കെ നോട്ട് ഈക്വൽ ടു എൽ സച്ച് ദാറ്റ് കെ എൻ കോൺഗ്രുവൻറ്റ് ടു എൽ എൻ മോഡ് പി. ഓക്കെ, രണ്ട് മൾട്ടിപ്പിൾസ് കൺസിഡർ ചെയ്യുക. എന്നിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൾട്ടിപ്പിൾസിലുള്ള രണ്ട് മൾട്ടിപ്പിൾസ് കെ എന്നും എൽ എന്നും കൺസിഡർ ചെയ്യുക. അത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ് അസ്യൂം ചെയ്താൽ, കെ എൻ കോൺഗ്രുവൻറ്റ് ടു എൽ എൻ മോഡ് പി ആണെങ്കിൽ പി എന്നിനെ ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് എൻ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി എന്നാണ്. എന്നിനെ പി ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യുക, കെ മൈനസ് എല്ലിനെ അല്ലെങ്കിൽ കെ കോൺഗ്രുവൻറ്റ് ടു എൽ മോഡ് പി എന്ന് പറയാം. ഓക്കെ, പി എന്നിനെ ഡിവൈഡ് ചെയ്യാത്തതാണ്, അതായത് കെ ഈക്വൽ ടു എല്ലാന്ന് കിട്ടും. കാരണം കെയും എല്ലും പിന്നേക്കാളും താഴെ എലമെൻറ്റ്സ് ആണ്. കെ മൈനസ് എല്ലിനെ പി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കെ മൈനസ് എല്ല് 0 ആണ്. അപ്പോൾ കെ ഈക്വൽ ടു എല്ലാമാണ്. ഓക്കെ, അത് കോൺട്രഡിക്ഷൻ തരും. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുള്ള പ്രൂഫാണ് ചെറിയ പ്രൂഫ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ p മൈനസ് 1 by 2 മൾട്ടിപ്പിൾസിനെ, എന്നിൻ്റെ p മൈനസ് 1 by 2 മൾട്ടിപ്പിൾസിനെ രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റിക്ക് സെറ്റായിട്ട് എഴുതുക. രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതുക. എയും ബിയും രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റ് കൺസിഡർ ചെയ്യുക. എ എൻ ബി. എ എന്ന് പറയുന്നത് p by 2നേക്കാളും താഴെ വരുന്ന, സെഡ് പി കൺസിഡർ ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് p by 2നേക്കാളും താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ p by 2ൻ്റെ താഴെ വരുന്ന എലമെൻസിൻ്റെ കളക്ഷൻ എ, സെഡ് പിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൾട്ടിപ്പിൾസിൽ p by 2നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ ബി. അതായത് റെസിഡ്യൂ ക്ലാസ് ഓഫ് പി കൺസിഡർ ചെയ്യുക. ഈ നമ്പേഴ്സ് ഓരോ റെസിഡ്യൂ ക്ലാസ്സിലേക്കും വരിക, കാരണം ഇവരൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സാണ്. അപ്പോൾ
പി ബൈ ടുവിൻ്റെ താഴെ വരുന്ന റെസിഡ്യൂ ക്ലാസ്സിൽ വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ എ, പി ബൈ ടുവിൻ്റെ മുകളിൽ വരുന്ന റെസിഡ്യൂ ക്ലാസ്സസിൽ വരുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം ബിയിലും. ഓക്കെ, അങ്ങനെ കിട്ടുക. അങ്ങനെയാണ് എ ഈ സെറ്റാണെന്ന് കരുതുക. A1 A2 എക്സെട്ര എക്ക് B1 B2 എക്സെട്ര BM ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A1 കോൺഗ്രുവൻറ്റ് ടു TN mod P. AI is congruent to TN mod P എന്ന് പറയാം. 0 ലെസ് ദാൻ AI ലെസ് ദാൻ P/2. അതായത് P/2ൻ്റെ താഴെയുള്ള റെസിഡ്യൂ ക്ലാസ്സസ് ആണ് AIs എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ TNs ഒക്കെ മൾട്ടിപ്പിൾസ്, എന്നിൻ്റെ മൾട്ടിപ്പിൾസ്, എയിൽ വരുന്ന മൾട്ടിപ്പിൾസൊക്കെ ഏതെങ്കിലും ഒരു AI ആയിട്ട് കോൺഗ്രുവൻസ് ഉണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ഒരു AIൻ്റെ ഇക്വലൻ ക്ലാസ് റെസിഡ്യൂ ക്ലാസ്സിലായിരിക്കും വരിക. ഓക്കെ, അതാണ് എഴുതിയത്. AI കോൺഗ്രുവൻറ്റ് ടു TN mod P and 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു P, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു T ലെസ് ദാൻ ഓർ ഈക്വൽ ടു P മൈനസ് 1/2. ഓക്കെ, എന്നിൻ്റെ മൾട്ടിപ്പിൾസ്. ഇനി P/2ൻ്റെ മുകളിൽ വരുന്ന റെസിഡ്യൂ ക്ലാസ്സിൽ വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് B. അപ്പോൾ BIs ഒക്കെ SN ആയിട്ട് കോൺഗ്രുവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ SNകൾ BIs ആയിട്ട് കോൺഗ്രുവൻസ് ഉണ്ടാവും. BI കോൺഗ്രുവൻറ്റ് ടു SN mod P, P/2 ലെസ് ദാൻ P, BI ലെസ് ദാൻ P, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ലെസ് ദാൻ ഓർ ഈക്വൽ ടു P മൈനസ് 1/2. ഓക്കെ, അതായത് നമ്മൾ ചെയ്തത് ഈ മൾട്ടിപ്പിൾസിനൊക്കെ ZPയിലേക്ക് കൺവേർട്ട് ചെയ്ത് P/2ൻ്റെ താഴെ വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷൻ, ZPയിൽ P/2ൻ്റെ താഴെ വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനും P/2നെക്കാളും വലുതായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ കളക്ഷനും കൺസിഡർ ചെയ്ത് എയും ബിയും. ഇനി ബിന്ന് നമ്മളൊരു സെറ്റ് C കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഫോം എ ന്യൂ സെറ്റ് C ഓഫ് എലമെൻറ്റ്സ് ബൈ സബ്ട്രാക്റ്റിംഗ് ഈച്ച് BI ഫ്രം P. Pന്ന് BIs ഒക്കെ സബ്ട്രാക്ട് ചെയ്തിട്ട് പുതിയൊരു സെറ്റ് C കൺസിഡർ ചെയ്യുന്നുണ്ട്. C1 C2 എക്സെട്ര CM വേർ CI ഈക്വൽ ടു P മൈനസ് BI. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CIs P/2നെക്കാളും താഴെ ആയിരിക്കും, കാരണം BIs ഒക്കെ P/2നെക്കാളും വലുതാണ്. ഓക്കെ, അതാണ് എഴുതിയത്. നമ്മൾക്കറിയാം BIs P/2 ലെസ് ദാൻ BI ലെസ് ദാൻ P ആണെന്ന് കൺസിഡർ ചെയ്യുക ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് P/2 ഗ്രേറ്റർ ദാൻ മൈനസ് BI ഗ്രേറ്റർ ദാൻ മൈനസ് P ആയിരിക്കും. മൈനസ് കൊണ്ട് ഇക്വീക്വാളിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താണ്, പിന്നെ P അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ P മൈനസ് P/2 ഗ്രേറ്റർ ദാൻ P മൈനസ് BI ലെസ് ഗ്രേറ്റർ ദാൻ P മൈനസ് P എന്നൊരു സിംപ്ലൈസ് P/2 ഗ്രേറ്റർ ദാൻ CI ഗ്രേറ്റർ ദാൻ 0. ഇനി അടുത്ത ക്ലെയിം എന്ന് പറഞ്ഞാൽ എയും സിയും ഡിസ്ജോയിൻ്റ് ആണ്. അതാണ് അടുത്ത ക്ലെയിം. ഓക്കെ, ഇങ്ങനെ നോക്കുക, കോൺട്രഡിക്ഷനാണ് ഉപയോഗിക്കുക. ക്ലെയിമാണ് A and C are disjoint sets. Assume that A and C are not disjoint. അങ്ങനെയാണെങ്കിൽ CIസും AIസും ഒക്കെ കോൺഗ്രുവൻസ് വരും. ഓക്കെ, ZPയിൽ CIസും AIസും കോൺഗ്രുവൻസ് വരും. ഓക്കെ, അപ്പോൾ CI കൺസിഡർ ചെയ്യുക. CI കോൺഗ്രുവൻറ്റ് ടു AI mod P ആയിരിക്കും. ഓക്കെ, അതായത് P മൈനസ് BI കോൺഗ്രുവൻറ്റ് ടു CI കോൺഗ്രുവൻറ്റ് ടു AJ mod P. CI ഏതെങ്കിലും ഒരു എൻ്റെ എയിലുള്ള എലമെൻസിൻ്റെ ഏതെങ്കിലും ഒരു റെസിഡ്യൂ ക്ലാസ്സിലുണ്ടാവും. നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്താൽ, ഡിസ്ജോയിൻ്റ് അല്ല എന്ന് അസ്യൂം ചെയ്താൽ, അതായത് P മൈനസ് BI ഏതെങ്കിലും ZPയിൽ ഉള്ള AJൻ്റെ ഏതെങ്കിലും ഒരു റെസിഡ്യൂ ക്ലാസ്സിലുണ്ടാവും. അതായത് P മൈനസ് BI കോൺഗ്രുവൻറ്റ് ടു AJ mod P. അതായത് അവിടെ നമുക്ക് എന്താ എഴുതാം? BIനെ കോൺഗ്രുവൻസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ P കോൺഗ്രുവൻറ്റ് ടു AJ പ്ലസ് BI mod P എന്ന് പറയും. അതായത് Pനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ P മൈനസ് AI പ്ലസ് BJനെ P ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പറയാം. Pനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് AJ പ്ലസ് BIനെ P ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവിടെ ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യുക. സിംപ്ലൈസ് 0 കോൺഗ്രുവൻറ്റ് ടു AJ പ്ലസ് BI mod P. സിംപ്ലൈസ് 0 കോൺഗ്രുവൻറ്റ് ടു AJ സം TNന് ഈക്വൽ ആയിരിക്കും BI
എസ് എന്നുള്ള ഫോമിലായിരിക്കും ഫോർ സം എസ്. ഇതാണ് എഴുതിയത് 0 കോൺഗ്രുവൻറ്റ് ടു ടി എൻ പ്ലസ് എസ് എൻ മോഡ് പി ഫോർ സം ടി ആൻഡ് എസ്. ഓക്കെ, ഫ്രം ദി സെറ്റ് എ ആൻഡ് ബി. n കോമൺ ആണ്, 0 കോൺഗ്രുവൻറ്റ് ടു എൻ ഇൻറ്റു ടി പ്ലസ് എസ് മോഡ് പി. പി എന്നിനെ അതായത് നമുക്ക് എന്താ അവിടുന്ന് കിട്ടുന്നത്, പി ഡിവൈഡ്സ് എൻ ഇൻറ്റു ടി പ്ലസ് എസ്. പി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മളെ തിയറത്തിലെ അസംഷൻ. അതുകൊണ്ട് എന്തിനെ ഡിവൈഡ് ചെയ്യണം, പി ടി പ്ലസ് എന്നിനെ ടി പ്ലസ് എസ്സിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ടി പ്ലസ് എസ്സിനെ ഡിവൈഡ് ചെയ്യണം. അതൊരു കോൺട്രഡിക്ഷനാണ്, കാരണം ടി പ്ലസ് എസ് പീൻ്റെ താഴെയുള്ള ഒരു നമ്പർ വരും. ഓക്കെ, പി പ്രൈമാണ് പി, അതുകൊണ്ട് തന്നെ പീൻ്റെ താഴെയുള്ള നമ്പേഴ്സിനൊന്നും ഡിവൈഡ് ചെയ്യൂല. 0 അല്ലാത്ത ഒരു നമ്പേഴ്സിന്, ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ പീൻ്റെ താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പറിന് പി ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ, കാരണം ടി പ്ലസ് എസ് പീൻ്റെ താഴെയുള്ള എലമെൻ്റാണ്. അതാണ് കാണിച്ചത്. ടി പ്ലസ് എസ് ടിക്ക് കിട്ടാവുന്ന മാക്സിമം പോസിബിൾ വാല്യൂ എന്താണ്, പി മൈനസ് 1/2 ആണ്. എസ്സിന് കിട്ടാവുന്ന മാക്സിമം പോസിബിൾ വാല്യൂ പി മൈനസ് 1/2 ആണ്. അപ്പോൾ ടി പ്ലസ് എസ്സിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ പി മൈനസ് 1 ആണ്. അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ടി ആണ്. അതുകൊണ്ട് ടി പ്ലസ് എസ്സിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ നമ്മളുടെ അസംഷൻ ഫാൾസ് ആണ്. എയും സിയും ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എ യൂണിയൻ സിൻ്റെ കാർഡിനാലിറ്റി എൻ്റെ കാർഡിനാലിറ്റി പ്ലസ് സിൻ്റെ കാർഡിനാലിറ്റി ആയിരിക്കും, കാരണം എയും സിയും ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ, എൻ്റെ കാർഡിനാലിറ്റി കെ ആണ്. സി ബിന്ന് കൺസ്ട്രക്ട് ചെയ്തെടുത്ത നമ്പേഴ്സാണ്. ബിയും സിയും തമ്മിലൊരു ബൈജക്ഷൻ ഉണ്ട്. അതുകൊണ്ട് സിയും ബിയും സിൻ്റെയും ബീൻ്റെയും കാർഡിനാലിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് സിൻ്റെ കാർഡിനാലിറ്റി ബീൻ്റെ കാർഡിനാലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ബീൻ്റെ കാർഡിനാലിറ്റി എം. ഓക്കെ, അപ്പോൾ കെ പ്ലസ് എം എന്തിന് ഈക്വലാണ്, പി മൈനസ് 1/2 ഈക്വലാണ്. ഓക്കെ, അപ്പോൾ എ യൂണിയൻ സിയിൽ പി മൈനസ് 1/2 എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എനും ബീനെയും കൺസിഡർ ചെയ്ത് പിന്നെ അതിൽ നിന്ന് സി ഉണ്ടാക്കിയെടുത്ത് സിയും എയും സിയും ഡിസ്ജോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത്. ഓക്കെ, അപ്പോൾ എ യൂണിയൻ സിയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും, എയിലെ എലമെൻറ്റ്സ് പ്ലസ് സിയിലുള്ള എലമെൻറ്റ്സ്. പിന്നെ എയിലുള്ള എലമെൻറ്റ്സും സിയിലുള്ള എലമെൻറ്റ്സും ഒക്കെ നോക്കുക. അപ്പോൾ എ യൂണിയൻ സിയിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും, 1 to പി മൈനസ് 1/2 നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, 1 മുതൽ പി മൈനസ് 1/2 വരെയുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, എ യൂണിയൻ സിയിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഓർഡറിൽ ഈ ഓർഡറിൽ തന്നെ ആയിക്കോണമെന്നില്ല, പക്ഷേ ഈ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് A1 A2 എക്സെട്ര AK C1 C2 എക്സെട്ര CM ഏത് സെറ്റിന് ഈക്വൽ ആയിരിക്കും, 1 to എക്സെട്ര പി മൈനസ് 1/2 ഈക്വൽ ആയിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, A1 1 A2 2 A3 3 അങ്ങനെ ആണ് തെറ്റിദ്ധരിക്കരുത്. ഓർഡറിങ് ലെഫ്റ്റിൽ ഓർഡേർഡ് ആണ്, റൈറ്റിലും അതേ ഓർഡറിലായിക്കോണമെന്നില്ല, പക്ഷേ സെറ്റ്സ് ഈക്വൽ ആയിരിക്കും. സെയിം എലമെൻറ്റ്സ് ആയിരിക്കും എ യൂണിയൻ സിയിലും. പിന്നെ സെറ്റ് 1 2 3 എക്സെട്ര പി മൈനസ് 1/2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് സെറ്റിലും സെയിം എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഈ രണ്ട് ഒരു സെറ്റിലുള്ള എ യൂണിയൻ സിയിലുള്ള എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിലുള്ള സെറ്റിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. ആ ഐഡിയ ആണ് ഉപയോഗിച്ചത്. ദെൻ ഫോം ദി പ്രോഡക്റ്റ് ഓഫ് all the elements of A union C to obtain A1 A2 etc. AK into C1 C2 etc. CM എന്തിന് ഈക്വൽ ആയിരിക്കും, 1 into 2 into etc. P minus 1/2 ഈക്വൽ ആയിരിക്കും. അതായത് P minus 1/2 ഫാക്ടോറിയലിന് ഈക്വൽ ആയിരിക്കും. CIs ഒക്കെ P minus BI ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ A1 A2 etc. AK into P minus B1 P minus B2 etc. P minus BM equal to P minus 1/2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഓക്കെ, അതായത് P minus 1/2 ഫാക്ടോറിയൽ ഈക്വൽ ടു A1 A2 എക്സെട്ര AK ഇൻറ്റു P minus B1 ഇൻറ്റു P minus B2 എക്സെട്ര P minus BM.
ഓക്കെ, അതായത് ഇത് രണ്ടും ഈക്വൽ ആണ്, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 0 ആയിരിക്കും. അത് 0നെ p ഡിവൈഡ് ചെയ്യും. അതായത് p മൈനസ് 1/2 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു a1 a2 എക്സെട്ര ak ഇൻറ്റു p മൈനസ് b1 ഇൻറ്റു എക്സെട്ര p മൈനസ് bm മോഡ് p ആണെന്ന് പറയും. ഓക്കെ, ഇനി ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ്സിനെ p മൈനസ് b1 p ഇൻറ്റു p മൈനസ് b2 എക്സെട്ര p മൈനസ് bmനെ സിംപ്ലിഫൈ ആണ്. അതിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കുക, ഓരോ എല്ലാ ബ്രാക്കറ്റിൽ നിന്നും ആദ്യം മൈനസ് ബി ഐസിനെ ചൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈനസ് b1 മൈനസ് b2 എക്സെട്ര മൈനസ് bmകളുണ്ടാവും. ഓക്കെ, അപ്പോൾ -1/m ഇൻറ്റു b1 b2 എക്സെട്ര bm. പിന്നെ വരുന്ന മൾട്ടിപ്പിൾസിലൊക്കെ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു ബ്രാക്കറ്റിൽ നിന്നെങ്കിലും പീനെ ചൂസ് ചെയ്ത് ബാക്കിയുള്ള ബ്രാക്കറ്റിനെ ഏത് നമ്പറിനെയും ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ടേംസൊക്കെ അങ്ങനെ ആയിരിക്കും വരിക. അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ബ്രാക്കറ്റിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ പി ഡിവൈഡ് ചെയ്യാത്ത ഒറ്റ ടേമേ ഉണ്ടാവുള്ളൂ. ബി ഡിവൈഡ് ചെയ്യാത്തതെന്ന് പറയാൻ പറ്റില്ല, പി ഡിവൈഡ് ചെയ്യുന്ന ടേംസ് ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ടേംസും. ഓക്കെ, അതായത് നമ്മൾ ബാക്കിയുള്ള ടേംസ് പറഞ്ഞാൽ ഈ p മൈനസ് b1 p മൈനസ് b2 എക്സെട്ര p മൈനസ് bmനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാനൊരു ടേമിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എല്ലാ ബ്രാക്കറ്റിൽ നിന്നും മൈനസ് ബി ഐസിനെ ചൂസ് ചെയ്തിട്ടുള്ള ടേം. പിന്നെയുള്ള ടേംസിലൊക്കെ ഈ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള ബാക്കിയുള്ള ടേംസിലൊക്കെ p ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ബ്രാക്കറ്റിൽ നിന്ന് pനെ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, p ഒരു ഫാക്ടർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ p ആ ടേംസിനൊക്കെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്യുമ്പോൾ p ഡിവൈഡ് ചെയ്യുന്ന ആ ടേംസിനൊക്കെ ഒഴിവാക്കിയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്തത്. എല്ലാ ബ്രാക്കറ്റിൽ നിന്നും ബി ഐസിനെ ചൂസ് ചെയ്തിട്ടുള്ള ടേമിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ടേംസിനെയും p ഡിവൈഡ് ചെയ്യും, കാരണം ബാക്കിയുള്ള എല്ലാ ടേംസിലും p ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ p മൈനസ് 1/2 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1/m a1 a2 എക്സെട്ര ak b1 b2 എക്സെട്ര bm മോഡ് p ആണെന്ന് മനസ്സിലാവും. അതായത് p മൈനസ് 1/2 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1/m എ ഐസിനും ബി ഐസിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എ ഐസും ബി ഐസും ഒക്കെ ഈ ഓർഡറിലായിക്കോണമെന്നില്ല, പക്ഷേ ഈ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, n 2n 3n എക്സെട്ര p മൈനസ് 1/2n. ഓക്കെ, അതിനെ രണ്ട് ഡിസ്റ്റോയിൻറ്റ് സെറ്റായിട്ട് മാറ്റി എഴുതിയതാണ് a1 a2 എക്സെട്ര ഒക്കെ b1 b2 എക്സെട്ര bm. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേ ഓർഡറിലായിക്കോണമെന്നില്ല, പക്ഷേ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഈ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും മോഡ് p. അതായത് -1/m n ഇൻറ്റു 2n ഇൻറ്റു എക്സെട്ര p മൈനസ് 1/2 n കോൺഗ്രുവൻറ്റ് ടു p മൈനസ് 1/2 ഫാക്ടോറിയൽ മോഡ് p എന്ന് കിട്ടി. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുക. ഈ കോൺഗ്രുവൻസിൽ അതിൽ എന്നിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ -1/m p മൈനസ് 1/2 ടേംസ് ഉണ്ട്, ഓരോ ടേംസിലും n ഉണ്ട്. അപ്പോൾ n ഇൻറ്റു n/p മൈനസ് 1/2 ഇൻറ്റു പിന്നെ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p മൈനസ് 1/2 കോൺഗ്രുവൻറ്റ് ടു p മൈനസ് 1/2 ഫാക്ടോറിയൽ മോഡ് p. അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര p മൈനസ് 1/2 p മൈനസ് 1/2 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് കിട്ടും -1/m n ഇൻറ്റു p മൈനസ് 1/2 n/p മൈനസ് 1/2 ഇൻറ്റു p മൈനസ് 1/2 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു p മൈനസ് 1/2 ഫാക്ടോറിയൽ മോഡ് p. p മൈനസ് 1/2 ഫാക്ടോറിയലും p മൈനസ് 1/2 ഫാക്ടോറിയലിനെ p ഡിവൈഡ് ചെയ്യൂല. ഓക്കെ, കാരണം p മൈനസ് 1/2 ഫാക്ടോറിയൽ നോക്കുക, അതിൽ p ഡിവൈഡ് ചെയ്യുന്ന ഒറ്റ ടേംസും ഉണ്ടാവില്ല. ഓക്കെ, pൻ്റെ താഴെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് p മൈനസ് 1/2 ഫാക്ടോറിയൽ. ഓക്കെ, അതിനെ p ഡിവൈഡ് ചെയ്യൂല, അതുകൊണ്ട് തന്നെ നമുക്ക് p മൈനസ് 1/2 ഫാക്ടോറിയലിനെ കോൺഗ്രുവൻസിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക. -1/m n/p മൈനസ് 1/2 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് p എന്ന് പറയാം.
ഇനി ഓയിലർ ക്രൈറ്റീരിയൻ നോക്കുക. ഓയിലർ ക്രൈറ്റീരിയൻ പ്രകാരം നമുക്ക് എന്താ പറയുക, എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു എൻ റൈസ് ടു പി മൈനസ് 1/2 മോഡ് പി എന്ന് പറയാം. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, എൻ റൈസ് ടു പി -1 റൈസ് ടു എം എൻ ഇൻറ്റു പി എൻ റൈസ് ടു പി -1/2 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ആണെന്ന് പറയാം. അതായത് എൻ റൈസ് ടു പി -1/2 കോൺഗ്രുവൻറ്റ് ടു -1 റൈസ് ടു എം മോഡ് പി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺഗ്രുവൻസിൻ്റെ ട്രാൻസിറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് പറയാം, അല്ലെങ്കിൽ ആ ട്രാൻസിറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് പറയാം, എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു -1 റൈസ് ടു എം മോഡ് പി എന്ന് പറയാം. അല്ലെങ്കിൽ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് എന്ത് പറയാം, എൻ ബൈ -1 റൈസ് ടു എം -1 റൈസ് ടു എം എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് പറയാം. കാരണം ബൈ 1 ആൻഡ് 2 നോക്കുക. 2ൽ പറയുന്നത് എന്താ, എൻ ബൈ പിൻ്റെയും എൻ റൈസ് ടു പി -1/2ൻ്റെയും റെസിഡ്യൂ ക്ലാസ് സെഡ് പിയിൽ സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ 1ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ -1 റൈസ് ടു എം എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി മൾട്ടിപ്ലൈ ചെയ്യുക, -1 റൈസ് ടു എമ്മിനോട് കോൺഗ്രുവൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -1 റൈസ് ടു 2m എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു -1 റൈസ് ടു എം മോഡ് പി ആണെന്ന് പറയാം. അപ്പോൾ എൻ ബൈ പി കോൺഗ്രുവൻറ്റ് ടു -1 റൈസ് ടു എം മോഡ് പി ആണെന്ന് പറയാം. കാരണം -1 റൈസ് ടു 2m എന്ന് പറഞ്ഞാൽ -1 റൈസ് ടു ആൻ ഈവൻ നമ്പറാണ്, അത് 1 ആയിട്ട് പോകും. ഓക്കെ, പിന്നെ എൻ ബൈ പി -1 റൈസ് ടു എമ്മിന് 3 ചോയ്സാണുള്ളത്. ഓക്കെ, എൻ ബൈ പി 1 ആവുക, -1 ആവുക, 0 ആവില്ല, കാരണം എന്നിനെ പി ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ 1 ആകുക, -1 ആവുക. -1 റൈസ് ടു എമ്മിനും 1ഉം -1 ആണ് ചോയ്സ്. അപ്പോൾ എൻ ബൈ പി -1 റൈസ് ടു എമ്മിന് 3 ചോയ്സാണ് ഉണ്ടാവുക, -2, 2, 0. പി ഓഡ് പ്രൈമാണ്. അപ്പോൾ പി -2നെ ഡിവൈഡ് ചെയ്യൂല, 2നെയും ഡിവൈഡ് ചെയ്യൂല. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ ചാൻസ് 0നെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, എൻ ബൈ പി -1 റൈസ് ടു എം 0 ആണെന്ന് പറയാം. കാരണം എൻ ബൈ പി -1 റൈസ് ടു എമ്മിനെ പി ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ അവസാനം കിട്ടിയ കോൺഗ്രുവൻസ് പ്രകാരം. ഓക്കെ, അപ്പോൾ പി ഡിവൈഡ്സ് എൻ ബൈ പി -1 റൈസ് ടു എം. അതുകൊണ്ട് തന്നെ എൻ ബൈ പി -1 റൈസ് ടു എം ഈക്വൽ ടു 0 എന്ന് പറയാം. അതായത് എൻ ബൈ പി ഈക്വൽ ടു -1 റൈസ് ടു എം എന്ന് പറയും. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ആണ്. അതാണ് നമ്മൾ തിയറത്തിൽ അസ്യൂം ചെയ്യുന്ന എം. ഇഫ് എം ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ്സ് p/2. ഓക്കെ, p/2ൻ്റെ മുകളിൽ വരുന്ന റെസിഡ്യൂ സെഡ് പിയിൽ p/2ൻ്റെ മുകളിൽ വരുന്ന റെസിഡ്യൂ ക്ലാസ്സിൽ വരുന്ന എന്നിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ p-1/2 എന്നിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണമാണ് എം. അപ്പോൾ അത് സെറ്റ് ബിയിലുള്ള എണ്ണത്തിന് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ തിയറം കൺക്ലൂഡ് ചെയ്യുക, എൻ ബൈ പി ഈക്വൽ ടു -1 റൈസ് ടു എം. ഓക്കെ, പ്രൂഫ് സിമ്പിളാണ്, നോക്കാം.